കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. പക്ഷേ പലതവണ വിളിച്ചു. മറ്റു ഓഫീസുകൾ പോലെ അല്ല അമ്മേ സ്കൂള്. അവിടെ അധ്യാപകർ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. വർഷങ്ങൾക്ക് ശേഷം പെൻഷനായി വീട്ടിലിരിക്കുമ്പോ തമ്മി കണ്ടില്ലെങ്കിലും സംസാരിക്കാനൊക്കെ ഒരാഗ്രഹം തോന്നും. എന്തായാലും അച്ഛനെ കുറിച്ച് അമ്മ ഇത്തരത്തിലൊക്കെ ചിന്തിച്ചത് മോശമാ. അതെ, ഇനി ഇത് ആരോടും പറയല്ലേ, നാണക്കേടാ. ഉറങ്ങിയോ? ഇല്ല. എന്താ അത്താഴം വേണ്ടെന്ന് പറഞ്ഞത്? വിശപ്പില്ല. ഉച്ചയ്ക്ക് എവിടുന്ന് കഴിച്ചു? അവിടെ ഓഫീസിന്റെ വക ക്യാൻറ്റീൻ ഉണ്ട്. ഊണ് കിട്ടിയോ? എന്നാലും 2 സ്പൂൺ കഞ്ഞി കുടിച്ചിട്ട് കിടക്കായിരുന്നു. വേണ്ടാഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഞാൻ കഴിക്കാതിരിക്കുവോ? പെൺമക്കൾ രണ്ടും എന്നെ കളിയാക്കുകയായിരുന്നു. വൈകിട്ട് മുതൽ ഞാൻ വഴിക്കണ്ണുമായിട്ട് അച്ഛനെ നോക്കിയിരിക്കുകയായിരുന്നെന്നും പറഞ്ഞു. എന്റെ പ്രയാസം അവർക്ക് മനസ്സിലാവില്ലല്ലോ. അവരെ മാത്രം കുറ്റം പറയുന്നില്ല, മാഷിനും അറിയില്ല. അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് വിളിക്കായിരുന്നു. ദുരിതം പിടിച്ച യാത്രക്കിടയിൽ ഒന്നും വിചാരിച്ച പോലെ നടക്കില്ല ശാരദേ. ഇനി ദൂരയാത്ര പോകുമ്പോ ആരെങ്കിലും കൂടെ കൂട്ടണം. മൂളിയാ പോരാ, അങ്ങനെ ചെയ്യണം. എനിക്കിതുപോലെ കാത്തിരുന്ന് മനസ്സ് വിഷമിപ്പിക്കാൻ വയ്യ. ഗീത തനിച്ചാണോ വന്നത്, അതോ രമേശനുണ്ടായിരുന്നോ? രമേശൻ കാറിൽ കൊണ്ടുവിട്ടു. അവൻ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ നിന്നില്ല, അപ്പോഴേ പോയി. ഒരു കണക്കിന് ഗീതയിന്ന് വന്നത് നന്നായി. നന്ദഗോപൻ ഗംഗയെ കാണാൻ വരുമ്പോ മൂത്തയാളുണ്ടല്ലോ, അവൾക്കും അയാളെ കാണാം. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഗീതയെ വിട്ടാൽ മതി. കുറെ നാളായില്ലേ അവളിങ്ങോട്ട് വന്നിട്ട്. അതൊന്നുമല്ല, അവള് നാളെ തന്നെ പോകും എന്ന് പറഞ്ഞോ? പിന്നെ അനിയത്തിയുടെ പെണ്ണുകാണൽ ചടങ്ങ് പ്രമാണിച്ചല്ല ഗീത വന്നത്. പിന്നെ അവളായിട്ട് വന്നതല്ല താനും. രമേശൻ കൊണ്ട് വിട്ടിട്ട് പോയതാ. നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ കാശ് ഉടനെ അവർക്ക് കിട്ടണം പോലും. അവള് വിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി, അമ്മായിയച്ഛൻ എന്തോ പോലീസ് ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടെന്ന്. അവർ തന്തേം തള്ളയും മോനും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആലോചിച്ചിട്ട് പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാ. പണവുമായിട്ട് നീ അങ്ങോട്ട് എന്നാ മതിയെന്ന് ഉത്തരവിട്ട് കാണും.
പണമെന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നല്ലാതെ 5 ലക്ഷം രൂപ കൊടുക്കാന്നാണല്ലോ നമ്മൾ വാക്ക് പറഞ്ഞിരുന്നത്. നമ്മുടെ മോൾ അങ്ങനെ ആരുടെയും മുമ്പിൽ താഴേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ വരട്ടെ, നാളെ തന്നെ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തു കൊടുക്കാമെന്ന്. എങ്ങനെ? നാളെ തന്നെന്നോ? അതെന്നെ. എന്തിനാ ഗീത അവരുടെ മുഷിച്ചിട്ട് കേൾക്കുന്നത്? 2 ദിവസം കഴിഞ്ഞാലും കൊടുക്കണം. ഇനി 1 ദിവസം പോലും താമസിക്കരുത്. നാളെ ആ പണം കൊടുക്കണം നമുക്ക്. താനീ വിവരം ഗീതയോട് പറഞ്ഞു? ഞാൻ ഗീതയോടും പറഞ്ഞു. അവൾ അന്നേരം തന്നെ രമേശിനെ വിളിച്ചു പറയുകയും ചെയ്തു. നാളെ കാശ് കൈ കിട്ടിയാലുടൻ ഭാര്യയെ വിളിച്ചോണ്ട് പോകാൻ വരും സ്നേഹമുള്ള ഭർത്താവ്. ഗീതയ്ക്ക് കൊടുക്കാൻ വെച്ച പണമാണല്ലോ ഞാൻ കൃഷ്ണയ്ക്ക് കൊടുത്തത്. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സൗദാമിനി, സൗദാമിനി, സൗദേ, ദാ വന്നു. ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ ഇത്രയും സമയം വേണോ? നീ എന്താ കോഴിയെ കൊണ്ട് മുട്ട ഇടിയിച്ച് പൊരിച്ചോണ്ട് വരുവാന്ന്? ഓർഡർ ഇടുമ്പോഴേ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ഇത് തട്ടുകടയൊന്നും അല്ല. എന്നോട് തറതല പറയരുത്. അത് ഈ ബാഹുലയം പൊറുക്കില്ല. ആര്യായാലും SP ആയാലും തറതല പറഞ്ഞ പ്രശ്നമാക്കി ഞാൻ. ഇന്ന് നല്ല ഫോമിലാണല്ലോ. ആണോ? അതോ മതി. എന്തേലും കഴിച്ചാൽ അതിന്റെ ഫലമുണ്ടാകണം. ഈ നാട്ടില് പോലീസുകാരുടെ പ്രതാപമൊക്കെ പോയി എന്റെ സൗദാമിനി. നല്ല ഐശ്വര്യമായിട്ട് തുറന്നു വെച്ചിരുന്ന 100 ബാറുകൾക്ക് താഴെ വീണില്ലേ? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തകിടം മറിഞ്ഞില്ലേ? അത് നീ എന്താ മനസ്സിലാക്കാത്തെ? നിങ്ങൾക്ക് കുടിക്കാനുള്ളത് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ പറയരുത്. നീ അത്തരത്തിൽ സംസാരിക്കും. മധ്യ തിരുവിതാംകൂറിലെ വെറും ഒരു മദ്യപാനിയായിട്ട് കാണരുത് ബാഹുലേ. കേരള പോലീസ് സർവീസിൽ സബ് ഇൻസ്പെക്ടറായി പദവി വഹിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു നിയമപാലകനാണ് നിന്റെ നായരായി ഞാൻ. മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഞാനെന്ന് നീ ഒന്ന് അനുസ്മരിച്ചു നോക്ക്. കൈനിറയെ കാശുമായിട്ടല്ലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. കൈനിറയെ കാശ് തരാ, കവിളിലൊരു ഉമ്മ തരാ, സൗദാമിനിയെ കവിളിലൊരു ഉമ്മ തരാ. ഇത് വലിയ നാണക്കേടായല്ലോ. കവിളിലൊരു ഉമ്മ തരുന്നതാണോ നാണക്കേട്? എങ്കിൽ നമുക്ക് പരസ്യമായിട്ടൊരു ചുംബന സമരം നടത്താം. ഗീത ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമായി. ഇല്ലെങ്കിൽ അവക്കൊരു ഉമ്മ കൊടുക്കേണ്ടി വരുമായിരുന്നു. ഒന്ന് നിർത്തന്റെ ചേട്ടാ. അങ്ങനെ അതാണ് അതാണ് ബൈ ദ വേ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാ, അങ്ങനെ കൈ നിറയെ കാശുമായിട്ട് വന്നിരുന്ന എന്റെ പോക്കറ്റ് ഇപ്പം ശൂന്യ. കാരണം എന്താ? ബാറുകളെല്ലാം അടച്ചു. നന്നായി. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവന്മാരെ പിടിച്ചു നിർത്തി ചില്ലറ വാങ്ങിക്കാൻ പറ്റുന്നില്ല. ബാറുകാരന്റെ കയ്യിൽ നിന്നുള്ള മാസപ്പടിയും നാഹി. ചുരുക്കത്തിൽ പാവപ്പെട്ട പോലീസുകാരന്റെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ നയത്തിനെതിരെ വേണ്ടി വന്നാൽ ചുംബന സമരം നടത്താൻ വരെ ഞാൻ റെഡി. നീ റെഡിയാണോ? ഞാൻ റെഡി. എന്താണ് ഉരിയാടാത്തത്? എനിക്ക് മനസ്സിലായി ഇന്നത്തെ ഈ ആഘോഷത്തിന്റെ കാരണം. എന്ത് കാരണം? രമേശൻ വിവരം വിളിച്ചു പറഞ്ഞു അല്ലേ? എന്തോന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ രമേശൻ ഒന്നും പറഞ്ഞില്ലേ? SI ക്വസ്റ്റ്യൻ ചെയ്യാത്ത കാര്യം എന്തോന്ന് വെച്ചാ പറയടി. ഗീതയെ രാവിലെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ഫലം ഉണ്ടായി. നാളെ അവര് 5 ലക്ഷം രൂപ തരും. മാഷ് അവിടെ ഇല്ലായിരുന്നു. വിവരം പറഞ്ഞപ്പോ ശാരദ അമ്മ അത് ഏറ്റു. നാളെ തന്നെ ബാങ്കിൽ നിന്ന് കാശ് എടുത്ത് തരാന്നും പറഞ്ഞു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മകളെ കൊണ്ടുവന്ന് കുടുംബത്തിൽ നിർത്തിയപ്പോ പോരാനുള്ളത് ഇങ്ങ് പോന്നു. പൈസ തരാതെ ഉഴപ്പിൽ നടക്കുകയായിരുന്നു ഇത്രയും നാൾ ആ മാഷ്. മാഷ് അടവൊന്നും ഇവിടെ ചെലവാവില്ല.
നാളെ പണം കിട്ടിയാൽ ഉടൻ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന വസ്തുവിന് അഡ്വാൻസ് കൊടുക്കുന്നത്. ഏത് തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതി. മതിയോ? വിട്. ഞാനൊന്ന് അടച്ചു പരിപാടി കൊണ്ടുപോ. ഇങ്ങോട്ട് താ. എന്തായാലും മാസ്റ്റർ കാശ് തരുമല്ലോ. അങ്ങനെ ബാഗിലെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മാഷെ? എനിക്കറിയില്ല എൻ്റെ വാരരെ, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആരോടെങ്കിലും മനസ്സുള്ളതൊന്ന് പറഞ്ഞില്ലെങ്കിൽ ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോകും. അതിനാ വാരോട് വരാൻ പറഞ്ഞ്. 5 ലക്ഷം രൂപ ഇന്ന് കൊടുക്കാമെന്ന് ശാരദ ഗീതയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുക. അവിടെ അപ്പോഴേ രമേശിനെ വിളിച്ചു പറഞ്ഞു, പണം റൊക്കമായി വാങ്ങാൻ ഇന്നവൻ വരും. ശാരദയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം പൈസ ബാങ്കിൽ കിടപ്പുണ്ടെന്ന് അവള് വിചാരിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു ബുദ്ധിമോശം മാഷ് കാണിക്കുമെന്ന് ശാരദാമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ? 1 2 അല്ല, രൂപ 5 ലക്ഷം. ഇത്രയും വലിയ തുക എന്ത് ചെയ്തു എന്ന് ശാരദ ചോദിച്ച എന്ത് സമാധാനം പറയും? ബാക്കി പണം ബാങ്കിലുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഗംഗയുടെ കല്യാണം നടത്തണം. അത് തികയോന്ന് തന്നെ സംശയ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക? ഗംഗയുടെ കല്യാണം ഇപ്പൊ നടത്തണം. നന്ദഗോപം വന്ന് പെണ്ണ് കാണട്ടെ, ഒരു ധാരണയിൽ നിൽക്കാം. കല്യാണം കുറെ കഴിഞ്ഞ് നടത്താൻ തീരുമാനിച്ചാൽ അപ്പൊ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. പക്ഷെ വാരരെ, അത് വേണ്ട, അത് ശരിയാവില്ല. കല്യാണം കഴിവതും വേഗം നടത്തണം. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. അപ്പൊ ഗീതയ്ക്കുള്ള പണം? അമ്മേ, ആ അവരെപ്പോഴാ വരുന്നേ അമ്മേ? രാഹുകാലം കഴിഞ്ഞാൽ ഉടനെ ഇങ്ങ് എത്തുമെന്നാ വാര്യര് പറഞ്ഞത്. എറണാകുളത്ത് നന്ദന്റെ അമ്മയും മറ്റും ഇന്നലെ രാത്രി എത്തിക്കാണും. അവര് വന്ന് കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. ഉള്ളത് പറയാലോ ഗീതേ, പെണ്ണ് കാണൽ കഴിയുന്നത് വരെ എനിക്ക് ഒരു സമാധാനമില്ല. അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഗംഗ എന്തെങ്കിലും ഇടംകേട് കാണിക്കുമെന്ന് എനിക്ക് പേടി. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത്രയും പഠിച്ച പെണ്ണല്ലേ. അത് തന്നെയാ കുഴപ്പം. തന്റെ ശകലം കൂടുതലാ അവക്ക്. രാവിലെ തന്നെ അടഞ്ഞിരിക്കുക. കുളിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. നീ ഒന്ന് ചെന്ന് മയത്തി പറഞ്ഞു നോക്ക്, ഒന്ന് ഒരുക്കി നിർത്തവളെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ സമാധാനായിട്ടിരിക്കും. ഇങ്ങനെ വാശി പിടിക്കാതെ ഗംഗെ, നീ എന്താ അച്ഛന്റെ അമ്മയുടെയും കാര്യം ആലോചിക്കാത്തത്? അവരെന്താ എന്റെ കാര്യം ആലോചിക്കാത്ത? വാശി പിടിക്കുന്നത് ഞാനല്ല. ആദ്യം തൊട്ടേ ഞാൻ പറയുന്നതാ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. കല്യാണം ഇപ്പൊ വേണ്ടെങ്കി വേണ്ട, പെണ്ണുകാണൽ നടന്നോട്ടെ. നടക്കാത്ത കല്യാണത്തിന് പെണ്ണ് കാണുന്ന എന്തിനാ? ആരുടെ മുമ്പിൽ ഒരേം കെട്ടി നിൽക്കാൻ എനിക്ക് വയ്യ. ഇത് നാണക്കേടായി തീരുമല്ലോ. നാണം കെടണം, എങ്കിലേ അച്ഛനും അമ്മയും പഠിക്കൂ. നീ മാഷെങ്കിലോട് കാണിക്കുന്ന അക്രമോ ഇത്? അല്ലെങ്കിൽ ഗിരിയുടെ കാര്യം വീട്ടിൽ തുറന്നു പറയണമായിരുന്നു. എന്താ ഉമ്മ ഇവിടെ ഒരു തർക്കം? സമയം ഇത്ര ആയില്ലേ ഗീതേച്ചി, ഒന്ന് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് കേക്കണ്ടേ? പണ്ടേ ഇവളിങ്ങനെയാ, നമ്മൾ പറയുന്നത് കേൾക്കാതെ നിൽക്കും. സമയമാകുമ്പോ റെഡിയാവുകയും ചെയ്യും. ഇന്ന് പക്ഷെ അങ്ങനെ അല്ല. സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താ ഗംഗെ? ഞാനത് എത്ര തവണ പറഞ്ഞു, ഒരു ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്ന്. മതി. ഇന്ന് കല്യാണമല്ല, പെണ്ണ് കാണല. ഞാൻ അതൊക്കെ പറഞ്ഞു ചേച്ചി. അപ്പൊ പറയാ നടക്കാത്ത കല്യാണത്തിന് പെണ്ണ് കാണൽ വെറുതെ എന്തിനാണെന്ന്. ഈ കല്യാണം വേണ്ടെന്നാണോ അതോ കല്യാണമേ വേണ്ടെന്നാണോ ഗംഗയുടെ നിലപാട്? ഇപ്പൊ കല്യാണം വേണ്ട. ഓ, അപ്പോ സന്യസിക്കാൻ പ്ലാനില്ല. അത്രയും ആശ്വാസം. ഗീതേച്ചി എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണോ? ഇതിൽ പരം എന്ത് ദേഷ്യം വരാനാ നിനക്ക്? മോളെ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛന് നമ്മുടെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. പകരം അങ്ങോട്ടും നമുക്ക് ചില കടമകളുണ്ട്. നന്ദഗോപൻ ഇന്ന് വരൂന്നുള്ള കാര്യത്തിന് യാതൊരു മാറ്റവും ഇല്ല. നീ എത്ര കയറ് പൊട്ടിച്ചാലും അയാളുടെ മുമ്പിൽ ചെന്നേ പറ്റൂ. അല്ലെങ്കിൽ അപമാനപ്പെടുന്നത് നമ്മുടെ അച്ഛനാ. പിടിവാശിയുടെ പേരിൽ അച്ഛന് മറ്റുള്ളവരുടെ മുമ്പിൽ കരിവാരി തേച്ച് കാണിക്കാനാണ് മോളുടെ ഉദ്ദേശമെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഒന്ന് വൃത്തിയായിട്ട് നിൽക്ക്. മേക്കപ്പും ആടയാഭരണങ്ങളും ഒന്നും വേണോന്ന് പറയുന്നില്ല. അച്ഛന്റെ പരിചയക്കാരാരെങ്കിലും വരുമ്പോ നീ അവരുടെ മുമ്പിൽ ചെല്ലുന്നത് എങ്ങനെയാ?
അതുപോലെ ഒന്നൊരുങ്ങിയാ മതി കേട്ടോ. ഉമേ, നീ വേഗം റെഡിയാക്കും. ഗീതേച്ചി പറഞ്ഞതാണ് ശരി. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇത് പെണ്ണു കാണലല്ല, കെണി ഒരുക്കല. എല്ലാവരും കൂടി എന്നെ കുടുക്കാനോ നോക്കുന്നു. പക്ഷെ ആ കെണിയിൽ ഞാൻ എല്ലാവരെയും വീഴ്ത്തും. നന്ദഗോപൻ വരട്ടെ. ചടങ്ങിന്റെ ഭാഗമായി ഞങ്ങൾക്ക് തനിച്ച് സംസാരിക്കാൻ അവസരം കിട്ടുമല്ലോ. അപ്പൊ ഞാൻ അയാളോട് പറയും ഗിരിയുടെ കാര്യം. ഗംഗേ, അതെ, ഗിരിയെക്കുറിച്ചും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വ്യക്തമായിട്ട് പറയും. പിന്നെ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ഉമ്മയ്ക്ക് ഊഹിക്കാലോ. എല്ലാവരുടെ അതിസാമർത്ഥ്യത്തിനുള്ള മറുപടി അതാ, നോക്കിക്കും. ഹലോ, മാധവ് മാഷിന് ഒന്ന് ഫോൺ കൊടുക്കാമോ? ആരാന്ന് പറയണം? ഞാൻ പണ്ട് മാഷിന്റെ കൂടെ. മലപ്പുറത്ത് പഠിപ്പിച്ചിരുന്ന ടീച്ചറായിരിക്കും. അതെ. ഞാൻ കൊടുക്കാം. ഇതാ മാഷിനാണ് ഫോൺ. ഞാൻ വിചാരിച്ചിരുന്ന ആള് തന്നെ. ഹലോ മാഷേ, പറയൂ, കേൾക്കുന്നുണ്ട്. നമ്മുടെ മോള് ഒരുങ്ങി ഇറങ്ങാൻ പോവാ. കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് 10-15 മിനിറ്റിന്റെ യാത്രയുണ്ട്. ഓ, അത് ശരി. മനസ്സുകൊണ്ട് മാഷ് അവളോടൊപ്പം ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം. തീർച്ചയായും എല്ലാം നേരെയായി വരും. വെക്കാട്ടോ. ഓ, ശരി. ഇവരെന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്? അതിനെപ്പോഴും വിളിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്നലെ സന്ധ്യയ്ക്ക് ഫോൺ ചെയ്തില്ലേ? അവർക്ക് കൂടപ്പുറപ്പ് ആരും ഇല്ല ശാരദേ. ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അഭിപ്രായം ചോദിക്കാൻ വിളിക്കുന്നതാ. നമുക്ക് പറയാനൊക്കോ വിളിക്കണ്ടെന്ന്? ഭർത്താവും മക്കളും ഒക്കെ ഇല്ലേ? അവരോട് അഭിപ്രായം ചോദിക്കാമല്ലോ. അതുപോട്ടെ, ഇപ്പൊ എന്താ വിഷയം? അവര് താമസിക്കുന്ന സ്ഥലത്തെന്തോ വഴിത്തർക്കം. എന്നിട്ട് എല്ലാം നന്നായി വരുമെന്ന് മാഷ് പറയുന്നത് കേട്ടപ്പോ ആരെ അനുഗ്രഹിക്കുന്ന പോലെയാണല്ലോ എനിക്ക് തോന്നിയത്. ഇതാ തന്റെ കുഴപ്പം. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ തോന്നലുണ്ടാക്കും. ആ വാരരെ കാണുന്നില്ലല്ലോ. നേരത്തെ വരാന്ന് പറഞ്ഞതാ. ഇനി മറന്നു വിടണോന്ന് അറിയില്ല. വിക്രമാദിത്യനും വേതാളവും പോലെ രണ്ടെണ്ണവും സിറ്റ് ഔട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കാശിന്റെ കാര്യം നീ ഗീതയെ ഓർമ്മിപ്പിക്കണേ. മാഷ് ആളൊരു തിരുമാലിയ, മലന്ന് പോയെന്ന് വേണമെങ്കിൽ പറയും. കേറി വാ. ആ, വന്നാട്ടെ. നമസ്കാരം വാര്യർ സാറേ. കുറെ നാളായി നമ്മൾ കണ്ടിട്ടല്ലേ? സാറിപ്പോ ഈ വഴിക്കൊന്നും വരാറില്ലല്ലോ. ഡ്യൂട്ടിക്ക് കയറിയാ പിന്നെ ഒന്നിനും സമയമില്ല. നിങ്ങൾ ബാങ്ക് ഓഫീസർമാരെ പോലെ 10 മുതൽ 5 വരെ ഞങ്ങൾക്ക് ടൈം ടേബിൾ ഒന്നും ഇല്ലല്ലോ. നാട്ടിൽ ക്രമസമാധാനം പാലിക്കണ്ടേ? രമേശന്റെ അമ്മയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന എങ്ങനെയാ? അല്ല, എവനും സമയം ഉണ്ടായിട്ടല്ല കേട്ടോ. ബാബാ ഇരിക്കി. ഭാര്യ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ തല കാണിക്കാതിരിക്കുന്നത് മോശമല്ലേ? വരുന്നവർക്കും തോന്നണമല്ലോ ഇവിടെയും ചില പിടിപാടുകളൊക്കെ ഉണ്ടെന്ന്. ഏത് പെണ്ണ് കാണാൻ അവരെപ്പോ എത്തും? ലേറ്റ് ആവില്ല, ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് നന്ദനിപ്പോ വിളിച്ചിരുന്നു. നല്ല തറവാടികളാണല്ലോ, ഇല്ലയോ വാര്യർ സാറേ? അതെ, പഴയ കുടുംബമാ.
അങ്ങനെയുള്ളവരല്ലേ ഞാൻ പരിഗണിക്കൂ. ഓ ഓ ഓ കാര്യം എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും പാരമ്പര്യം, തറവാടിത്തം, കുടുംബമഹിമ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വിലയൊന്ന് വേറെയാ. സബ് ഇൻസ്പെക്ടർ ബാഹുലേൻ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ചാമക്കാലയിലെ ബാഹുലേൻ എന്ന് പറയുന്നതാ. ആ തറവാടിത്തെ എല്ലാ കാര്യത്തിലും ഉണ്ട് താൻ. അതാണ് കാര്യം. നീ ഇങ്ങനെ വിരുന്നുകാരനായിട്ട് ഇരിക്കാതെ അകത്തോട്ടങ്ങോട്ട് ചെല്ലു രമേശ. ഗീതയെ കണ്ട് ലോഹ്യങ്ങളൊക്കെ ഒന്ന് പറ. ഏത് ഗംഗ 2 ദിവസം മുമ്പേ വന്നു അല്ലേ മാഷേ? അതെ, അവളുടെ പരീക്ഷ കഴിഞ്ഞു. കല്യാണം എന്നത്തേക്ക് നടത്താനാ പ്ലാൻ? അത്രേ ആലോചിച്ചില്ല. ആദ്യം അവർ വന്ന് കുട്ടിയെ കാണട്ടെ. എന്നാലും അധികം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല. ശുഭസ്യ ശീഘ്രസ്യ എന്നല്ലയോ വാര്യർ സാറേ പ്രമാണം? ശീഘ്രസ്യ എന്നല്ല, ശുഭസ്യ ശീഘ്രം എന്ന് മതി. മതി, വിരോധമില്ല. അപ്പൊ മാഷേ ഒരു സ്വകാര്യം. എന്താ? ഒരു സെക്കൻഡ് ഒന്ന് വന്നേ. വാരി സാറേ സോറി. ഏയ് സാരമില്ല. വാ, വരാം. മറ്റൊന്നുമല്ല, എന്നാലും സംശയം തോന്നിയ സ്ഥിതിക്ക് ചോദിക്കേണ്ടത് എൻ്റെ ഒരു മര്യാദയാണ്. നമ്മൾ കുടുംബക്കാരല്ലേ. കാര്യം എന്താ? മാഷിന്റെ അറിവില് ഗംഗയ്ക്ക് ഏതെങ്കിലും പാർട്ടിയുമായിട്ട് വല്ല അടുപ്പമുണ്ടോ? ആരെങ്കിലും അങ്ങനെ വല്ലതും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? കഴിഞ്ഞ ദിവസം ടൗണിൽ വെച്ച് ഞാൻ ഗംഗയും ഒരു ചെറുപ്പക്കാരനെയും ഒരുമിച്ച് കണ്ടു.